നമ്മൾ ഫൈനലി അനന്ത്പൂർ ജംഗ്ഷനിലെത്തി. ഇവിടെ അതെ 20 മിനിറ്റ് പിടിച്ചു വെച്ചിരിക്കുക. ഈ ട്രെയിൻ ഉണ്ടല്ലോ ബേസിക്കലി ഒരു മെട്രോ സർവീസ് മാതിരിയാണ് ഈ ട്രെയിൻ. എൻ്റെ മക്കളെ ജീവിതത്തിൽ ഈ ട്രെയിൻ നിങ്ങൾ എടുത്തു പോകരുത്. ഈ സ്പെഷ്യൽ ട്രെയിൻ 06597 നമ്പർ ഓർമ്മ വെച്ചോ. ഇത് ഇടയ്ക്കിടയ്ക്ക് ഇവർ ഇറക്കണതാണ്, പൈസ ഉണ്ടാക്കാനുള്ള പരിപാടിയാണ് ഇത്. 06597. കഴിഞ്ഞ സ്റ്റേഷൻ അരമണിക്കൂർ മുമ്പായിരുന്നു. അത് അവിടെ ഓൾമോസ്റ്റ് 3/4 മണിക്കൂർ നിർത്തി. ഇത് ഇപ്പോൾ ഇവിടെ അരമണിക്കൂർ നിർത്തി. ഒരു 25 മിനിറ്റ്സ് റൺ ചെയ്തിട്ടുള്ളത്. പക്ഷേ ഈ സ്റ്റേഷൻ നല്ല സ്റ്റേഷനാണ്. അനന്ത്പൂർ നല്ല ക്ലീൻ സ്റ്റേഷനാണ്, അടിപൊളി സ്റ്റേഷനാണ് ഇത്. SMBTയും SMVVയും നല്ല സ്റ്റേഷനെന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾക്ക് അവിടെ വരെ പോകാനുള്ള ഭാഗ്യമൊന്നും കിട്ടിയില്ല. ബട്ട് യെസ്, ദിസ് ഈസ് സോ ഫാർ കമ്പാരിറ്റീവ്ലി യശ്വന്ത്പൂരിനും അടിപൊളി സ്റ്റേഷൻ അത്. യശ്വന്ത്പൂർ ധൻബാദ് എക്സ്പ്രസ്. ഇവിടെ ഇഷ്ടംപോലെ യശ്വന്ത്പൂരിൻ്റെ ഇങ്ങനത്തെ കച്ചറ ട്രെയിനുകൾ യശ്വന്ത്പൂരിലേക്ക് വിടണമെന്ന് തോന്നുന്നു. ഈ സ്റ്റൈലിലാണ് കേട്ടോ യശ്വന്ത്പൂരിലെ ട്രെയിനുകൾ. ഈ പണ്ടത്തെ ഒരു ജാതി കളർ, എനിക്ക് ആ കളറും ഇഷ്ടമല്ല. പണ്ടാറ വേണ്ട, കഴുകുമില്ല, എന്ത് കച്ചറ, ഒരു ക്ലെൻലിനെസ്സിലട്ടെ ഇവരുടെ ഈ ഭാഗത്തെ. അപ്പോൾ ഫ്യൂച്ചറിലും കാരണം യശ്വന്ത്പൂർ എന്നുള്ള പേര് കേട്ട് കഴിഞ്ഞാൽ മക്കളെ ഓടിക്കോ. പണ്ടാറ ഇതുവരെ ലഞ്ച് കിട്ടിയിട്ടില്ല. കാരണം ഈ സ്റ്റേഷൻ വിട്ട് കഴിഞ്ഞ് 3:10 വേറെ സ്റ്റേഷൻ. ഇതുവരെ ലഞ്ച് ഒറ്റണം വന്നിട്ടില്ല. എനിക്ക് ഹോപ്പ്ഫുള്ളി തോന്നുന്നു ഇന്ത്യൻ റെയിൽവേസിൻ്റെ ആൾക്കാർ, എയർ സിറ്റീസ് ആൾക്കാർ ഇവിടുന്ന് മേടിച്ചിട്ട് പിന്നെ വണ്ടിയിൽ വന്നിട്ട് വിൽക്കും. അപ്പോൾ അത് കിട്ടണമെന്ന് വെച്ചാൽ അത്ര നല്ലത്. അല്ലെങ്കിൽ പിന്നെ ലഞ്ചിന് വേറൊരു വഴിയില്ല. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു. നമ്മുടെ ഈ വണ്ടിയുടെ ഇതുണ്ടല്ലോ എൻജിൻ, ഇങ്ങനത്തെ വാഗ് 9 എൻജിൻ നമ്മളുടെ. എന്ന് വെച്ചാൽ ഗുഡ്സ് ട്രെയിനിൻ്റെ എൻജിനില്ലേ, അതാണ് നമ്മളുടെ എൻജിൻ. ഇപ്പോൾ സംഭവം മനസ്സിലായില്ലേ? നമ്മളുടെ വണ്ടി ഉന്തിക്കൊണ്ടുള്ളത് ഗുഡ്സ് ട്രെയിനിൻ്റെ എൻജിൻ. ഗൈസ്, നമ്മളിപ്പോൾ മലയാള സ്റ്റേഷനിലെത്തി. യാവിൻ ഹാസ് കം ഡൗൺ. ഇറ്റ്സ് ഹോട്ട് നോ. ബാംഗ്ലൂർ വിട്ടപ്പോൾ തുടങ്ങി ഇവിടെ സോ ഹോട്ട്. ഇതുണ്ടല്ലോ, ഈ ട്രെയിൻ എല്ലാ സ്റ്റേഷനിലും നിർത്തുന്നുണ്ട് കേട്ടോ. ഏത് ചെറിയ സ്റ്റേഷനുണ്ടോ എല്ലായിടത്തും നിർത്തുന്നുണ്ട്. ഇതിൻ്റെ പേരെന്താണെന്ന് അറിയാം? ഈ ട്രെയിനിൻ്റെ സ്പെഷ്യൽ ട്രെയിൻ എന്നാ സ്പെഷ്യൽ ട്രെയിൻ. ഇപ്പോൾ സമയം 2:30. നമ്മൾ ആക്ച്വലി ധോനെ ജംഗ്ഷൻ എന്ന് പറഞ്ഞ ഈ പേരൊന്നും ഞാൻ ഇതുവരെ കേട്ടിട്ട് പോലില്ല. ധോനെ ജംഗ്ഷൻ എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. അപ്പോൾ അത് വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യണം. അത് 3 മണിക്ക് എത്തുള്ളൂ. നമ്മളിൽ ലഞ്ചില്ല, പാൻട്രി കാറില്ല. ഇപ്പോൾ കോഫി കുടിച്ചു. പിന്നെ നമ്മുടെ ഒപ്പം ട്രാവൽ ചെയ്യുന്ന ഒരു സ്ത്രീ ഉണ്ടായിരുന്നു. ആ സ്ത്രീ അവന് ഒരു ബിസ്ക്കറ്റിൻ്റെ പാക്കറ്റ് കൊടുത്തു. അപ്പോൾ അവൻ അത് കഴിച്ചിട്ടിരിക്കുക. അവനക്ക് വിശന്നിട്ടെന്ന് വെച്ചാൽ വയ്യ. എനിക്കും അതാ, നല്ല വിശപ്പുണ്ട് മോനെ. അപ്പോൾ ഇവിടുത്തെ ഈ ട്രെയിനിൻ്റെ പ്രശ്നം ഇതാണ്, നമുക്ക് ഭക്ഷണത്തിന് നമ്മൾ മുട്ടും 2 ദിവസം. ഗംഭീരം, അതിഗംഭീരം മോനെ നമ്മുടെ സ്ഥിതി. ഫൈനലി ഗൈസ് ധോനെ ജംഗ്ഷൻ എത്തി. ധോനെ ജംഗ്ഷൻ ഇവിടെ ഫുഡ് क्या खाने के लिए? क्या वेज बिरयानी लेमन राइस डोसा. कौन सा? अंडा बिरयानी, वेज बिरयानी, लेमन राइस डोसा. अंडा बिरयानी कितना? 80 रुपया. 2 अलग रेट था. वेज बिरयानी 70 रुपया, लेमन राइस 40, डोसा 40. हाँ, अंडा बिरयानी वन एक अंडा बिरयानी തന്നു. अंडा बिरयानी, वेज बिरयानी, लेमन. നമ്മളിപ്പോൾ അണ്ട ബിരിയാണി മേടിച്ച് 80 ഉറുപ്പ്യാണ് ഒരെണ്ണത്തിന്. നൈസ്. രാവിലെ വേണ്ടെന്ന് പറയാൻ ചിക്കൻ ബിരിയാണി വേണമെന്ന് പറഞ്ഞ് ലാസ്റ്റ് ഞാൻ പറഞ്ഞു, മോൻ ഇപ്പോൾ മേടിച്ചു അല്ലെങ്കിൽ ഇന്ന് കിട്ടൂല. ഗായ്സ്, അങ്ങനെ ഇന്നത്തെ ഭക്ഷണമൊക്കെ കഴിഞ്ഞു, ലഞ്ച് കഴിഞ്ഞു. 3:30 ലഞ്ച് കിട്ടിയപ്പോൾ. അങ്ങനെ ധോനെ ജംഗ്ഷനിൽ നിന്ന് നമ്മൾ നീങ്ങി.
ഗുഡ് മോർണിംഗ് ഗൈസ്. സമയം ഇപ്പോൾ 8:30 ട്രെയിൻ ഓൾമോസ്റ്റ് 2.5-3 മണിക്കൂർ ലേറ്റായി തുടങ്ങി. നമ്മൾ നാഗ്പൂർ എത്താറായിട്ടുണ്ട്. ഇതുവരെ രാവിലത്തെ ചായ പോലും കുടിച്ചിട്ടില്ല. ഞാൻ എനിക്ക് 6:30 6 മുതൽ ഇതുവരെ ചായ കുടിക്കാൻ പറ്റിയിട്ടില്ല. കാരണം എന്താ, ഈ വണ്ടിയിൽ പാൻട്രി കാറില്ല. പിന്നെ ഏതൊക്കെ സ്റ്റേഷൻ എടുത്തുണ്ടോ അത് ഒരു ജാതി സ്റ്റേഷൻ, അതിലും എന്ന് വെച്ചാൽ അവിടെയും ചായ കൊടുക്കണില്ല. അപ്പോൾ അത് കാരണം ഭയങ്കരമായിട്ട് പെട്ടിരിക്കുക. എനിക്ക് രാവിലെ ഒരു ചായ കിട്ടിയില്ലെങ്കിൽ ശരിയാവില്ല ഭായി. എന്ത് കഷ്ടപ്പാടാന്ന് നോക്കിയാൽ. നമ്മുടെ വണ്ടി എല്ലാ വണ്ടിക്കും ഓവർടേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുക്കുന്നുണ്ട്. എവിടെയൊക്കെ ചെറിയ സ്റ്റേഷനുണ്ടോ അവിടെയൊക്കെ പണ്ടാറങ്ങാൻ നിർത്തുന്നുണ്ട്. എന്ത് ചെയ്യാൻ. ഗൂഡ്സ് ട്രെയിനിന് വരെ പ്രിഫറൻസ് കൊടുക്കണം, പാസഞ്ചർ ട്രെയിനിന് ഒരു പ്രിഫറൻസും ഇല്ല. അപ്പോൾ 3ാമത്തെ വണ്ടിയാണ് ഈ ഓവർടേക്കാണ് ഗായ്സ്. ഒഫീഷ്യലി 3 മണിക്കൂർ ലേറ്റായി. ഇപ്പോൾ ഇവിടെ ഇത് എന്താ ബൂട്ടി ബോറി എന്ന് പറഞ്ഞ ഒരു സ്റ്റേഷനിൽ, ബൂട്ടി ബോറി എന്ന് പറഞ്ഞ സ്റ്റേഷനിൽ നിർത്തിയിരിക്കണം. ഇപ്പോൾ ഇവിടെ ഓൾമോസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ആയിട്ടാണ് നിർത്തിയിരിക്കുന്നത്. ഇതുവരെ ഒരു കപ്പ് ചായ പോലും കുടിക്കാൻ പറ്റിയിട്ടില്ല. എനിക്കെന്ന് വെച്ചാൽ നല്ല ഉറക്കവും വരുന്നുണ്ട്. ഇപ്പോൾ കിടക്കാനും പറ്റില്ല. കാരണം മുകളിൽ അപ്പറിൽ യാവും കിടക്കാം, പിന്നെ മിഡിൽ ഇഞ്ചി തുറക്കാൻ പറ്റില്ല. ആൾക്കാർ ഇരുന്ന് തുടങ്ങി അടിയിൽ. ഒന്നും പറയണ്ട. ഈ നാഗ്പൂർ എത്തിക്കഴിഞ്ഞിട്ട് വേണം ചായ കുടിക്കാൻ, ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ. വിശന്നിട്ടും വയ്യ. ഉണ്ടായിരുന്നു ഇന്നലെ 100 രൂപയ്ക്കാണ് ഒരു 10 പഴം കണ്ട് മേടിച്ച്, അതും കഴിഞ്ഞു. ഇനി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും സ്പെഷ്യൽ എന്ന് കണ്ട ട്രെയിൻ, സ്പെഷ്യൽ സൂപ്പർ ഫാസ്റ്റ് എന്ന് കണ്ട ട്രെയിൻ ഒരിക്കലും ഞാൻ ടിക്കറ്റ് എടുക്കില്ല ഭായി. പോകാണ്ടിരിക്കില്ല നല്ലത്. ഫൈനലി ഗൈസ്, നമ്മൾ നാഗ്പൂർ റെയിൽവേ സ്റ്റേഷനിലെത്തി. 2 ചായ അങ്ങോട്ട് കുടിച്ചു. ഇവിടുന്ന് ഭക്ഷണം കിട്ടാൻ വേണ്ടിയിട്ട് നോക്കണേ. 700 രൂപയുടെ 2 പ്ലേറ്റ്. അല്ലെങ്കിൽ നമുക്ക് ഭക്ഷണം കിട്ടില്ല. ഭക്ഷണത്തിന് സ്കാനർ പേയ്മെന്റ് എടുക്കണില്ല അവർ. UPI ക്യാഷ് വേണമെന്നാണ്. ആരോടെ ചെന്ന് അന്വേഷണം. 80 രൂപയുടെ അണ്ടക്കറിയും ചാവലും പിന്നെ 70 രൂപയുടെ വെജും. ഇവിടെ നിർത്തി. ഇതൊക്കെ എന്ത് സ്റ്റേഷനാണ് ആർക്കും അറിഞ്ഞൂടാ. പക്ഷേ ഈ വണ്ടി എല്ലാ സ്റ്റേഷനിലും നമ്മൾ നിർത്തും. അതാണ് പ്രത്യേകത. മോനെ, ഇത് ഭയങ്കര സ്റ്റീപ്പാട്ടോ. ഇത് നമ്മുടെ ട്രെയിനിൻ്റെ ഇതിൽ നിന്ന് ഇറങ്ങാന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവം തന്നെ. ഹോണടിച്ചു, ഗ്രീൻ സിഗ്നലായി. ഓക്കെ, വണ്ടി മൂവ് ചെയ്ത് തുടങ്ങി. എനിക്ക് തോന്നുന്നില്ല ഇനി അധികം വ്ലോഗ് ചെയ്യാൻ പറ്റുന്നു. ഇപ്പോൾ നമ്മൾ ഭക്ഷണം കഴിഞ്ഞു, ഞാനും യാവനും ഭക്ഷണം കഴിച്ചു, നേരെ ചെന്ന് കിടന്നുറങ്ങാൻ പോണു. ഭയങ്കര ഒരു ബോറിങ് ട്രിപ്പായിപ്പോയി. ഈ മധ്യപ്രദേശും പിന്നെ ആന്ധ്രയുടെ ട്രിപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോറിങ്ങാണ്. കൊങ്കൺ എന്ന് പറഞ്ഞാൽ നല്ല അടിപൊളി സീനറിയും ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ നല്ല രസമാണ് അതിൽ. ഇതിൽ നമുക്ക് പറ്റില്ല. നാളെ നമ്മൾ ഡൽഹിയിലെത്തും. രാവിലെ എനിക്കൊന്ന് 2:45 എത്തണ്ടായിരുന്നു. പക്ഷേ ഇന്നും 5 മണിയാവും. 5:45, 6 മണിയാവും. അപ്പോൾ നാളെ മുതൽ നമുക്ക് ഫുള്ള് വ്ളോഗ്സ് പിന്നെയും നല്ല രീതിയിൽ അങ്ങോട്ട് തുടങ്ങാം. ഈ ഡൽഹിയിൽ വെച്ചിട്ട് ഡൽഹിയിലെ യുദ്ധം നമുക്ക് അവിടെ നിന്ന് വെച്ച് തുടങ്ങാം. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഞാൻ ഇവിടുന്ന് നിർത്തുന്നു. എന്തെങ്കിലും ഉണ്ടെന്ന് വെച്ചാൽ ഞാൻ പിന്നെ റെക്കോർഡ് ചെയ്യാം. പക്ഷേ ഇനി എനിക്കിരുന്ന് എഡിറ്റ് ചെയ്യണം, പിന്നെ അത് കഴിഞ്ഞിട്ട് അപ്ലോഡും ചെയ്യണം. ഭയങ്കര ബുദ്ധിമുട്ടായിട്ടാണ് ഞാൻ അപ്ലോഡ് ചെയ്യുന്നത്. എനിവേസ് ഗൈസ്, അപ്പോൾ കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. നിങ്ങൾ പുതിയതെന്ന് വെച്ചാൽ പ്ലീസ് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇഫ് യു ലൈക്ക് മൈ കണ്ടൻറ്റ്. കാണാം ചെറിയൊരു ഇടവേളയ്ക്ക് ശേഷം. ബൈ.